ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. നാളെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി. കാരണം നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയാൽ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും, അതിന് എത്ര ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA മെയിൻ എക്സാമിന് പല അബദ്ധങ്ങളും സംഭവിച്ചു. അത് ഈ പരീക്ഷയ്ക്ക് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു മുൻകരുതലാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആദ്യം തന്നെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നിലവിലെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കട്ട് ഓഫ് എത്രയാണെന്നുള്ളതും ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാം. കാരണം ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. 14 ജില്ലകളിലായിട്ടാണ് നിലവിൽ ഈ പറയുന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മെയിൻ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് നിലവിൽ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെയാണ്. 200 പേരുടെ റാങ്ക് ലിസ്റ്റാണ് നിലവിൽ അവിടെ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 പേരുടെ തന്നെയാണ് ഇപ്രാവശ്യവും നമുക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ അഡ്വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്തും അതേപോലെ തന്നെ തിരുവനന്തപുരത്തുമാണ്. അതായത് 100-ൽ താഴെ മാത്രമാണ് ഇവിടെ അഡ്വൈസ് ലാബ് അസിസ്റ്റൻറ്റിന് പോയിട്ടുള്ളൂ എന്നുള്ള സത്യാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ കട്ട് ഓഫ് ആണ്. കാരണം ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരാറുള്ള ജില്ല എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ല തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് 85.67, എന്നാൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് ആലപ്പുഴ ഇടുക്കിയിലാണ്. 72.67, 72.33 ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കുറവ് കട്ട് ഓഫ്. മക്കളെ, ഇനി പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ 85.67 ലഭിച്ച ഉദ്യോഗാർത്ഥിയായിരിക്കും ഈ പറയുന്ന 189 പേരുടെ മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ. അതായത് ഈ 189ാമത്തെ വ്യക്തിക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, അഡ്വൈസ് പോയിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് 88 പേർക്ക് മാത്രമാണ് ഇവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ഒരു ജോലി കിട്ടത്തുള്ളൂ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നെഗറ്റീവ് അടിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം നാളത്തെ എക്സാമിന് നിങ്ങൾ വന്നിരുന്ന് ഓരോ ചോദ്യവും ബബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ 85 മാർക്ക് എന്ന് പറയുന്ന അത്രയധികം ഹയസ്റ്റ് കോമ്പറ്റീഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന 85 മാർക്ക് എന്ന് പറയുമ്പോൾ 100-ൽ 85 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ ഈ പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 85 മാർക്ക് നമ്മൾ വാങ്ങണമെങ്കിൽ 85 മാർക്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥി എന്തായാലും ഒരു 90 മാർക്കെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ടും ബബിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 90-ന് മുകളിലുള്ള ഒരു ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നമുക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ നോക്കുക, ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് 72 മാർക്കാണെങ്കിൽ ഈ 72 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി ഏകദേശം 80-ന് മുകളിലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ബബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന 72.67 ഈ 72.67 അതേപോലെ തന്നെ 85.67 കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് എന്ത് കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയില്ല. നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വെറുതെ ഇടം പിടിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ജോലി കിട്ടണം. അപ്പോൾ ഇതിനേക്കാൾ എന്ത് ചെയ്യണം, കട്ട് ഓഫിനേക്കാൾ ഒരു 3 മാർക്കോ അല്ലെങ്കിൽ ഒരു 5 മാർക്കെങ്കിലും കൂടിയെങ്കിൽ മാത്രമാണ് നമ്മൾ സേഫ് സോൺ എന്ന് പറയാനെങ്കിലും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോഴും നമുക്ക് ഷുവർ ഇല്ല, അതായത് എന്ത് ഈ പറയുന്ന ജോലി കിട്ടുന്നുള്ളൂ. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ ജോലി കിട്ടും എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇതിൽ കൂടുതൽ മാർക്ക്, അതായത് ഒരു 5 മാർക്കെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ വർഷവും എന്താണ് കോമ്പറ്റീഷൻ ഓരോ വർഷവും കൂടി വരികയാണ്. അപ്പോഴും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിൽ കൂടാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന കട്ട് ഓഫ് എത്രയാ, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള പഠന രീതികളും അവലംബിച്ച് അത്രയധികം കോമ്പറ്റീഷൻ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജില്ലകളിൽ പ്രതീക്ഷിക്കാം. ഞാനിത് എൻ്റെ മാത്രം ഒരു ഇതിലും അതേപോലെ തന്നെ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഈ പറയുന്ന അഡ്വൈസ് എല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് വിലയിരുത്തിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന എക്സാമിന് അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നു, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം നല്ല ടഫായി, അങ്ങനെയൊക്കെ വന്നാൽ മാത്രം എന്ത് ചെയ്യാം, ഈ പറയുന്ന ഈ ഒരു എന്താ പറയുക കട്ട് ഓഫിനേക്കാൾ അല്ലെങ്കിൽ 1-2 മാർക്കോ നിൽക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്താണ്
കട്ട് ഓഫ് വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യങ്ങൾ എത്രയായിരിക്കും? ഏകദേശം, അതായത് ഓരോ ജില്ലയിലെയും നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന 65 മാർക്ക് വാങ്ങി അല്ലെങ്കിൽ 75 മാർക്ക് വാങ്ങി. ഞാൻ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA അതേപോലെ തന്നെ LGS LDC എക്സാമിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറ്റാവുന്ന അത്രയും തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു 65 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു 70 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1.5 വർഷം പഠിച്ച നിങ്ങളുടെ സിലബസ്, അതിൽ നിന്നും 65 മാർക്ക് നിങ്ങൾ തെറ്റാത്ത 65 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ ബാക്കി ഒരു 35 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ എന്തില്ല, അതായത് ഒരു 2 ഓപ്ഷനിൽ നിങ്ങൾ കിടന്ന്, അതായത് ഇനിയിപ്പോൾ ഇതാണോ ശരി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണതാണ്, സ്കിപ്പ് ചെയ്തേക്കണതാണ്. മക്കളെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ 65 മാർക്ക് നിങ്ങൾ വാങ്ങി അല്ലെങ്കിൽ ഒരു 70 മാർക്ക് വാങ്ങി അല്ലെങ്കിൽ വേണ്ട ഒരു 75 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി ഈ പറയുന്ന 85.67 കട്ട് ഓഫ് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ 7 അയലിക്കത്ത് പോലും നിങ്ങൾ വരത്തില്ല. മനസ്സിലായില്ലേ? അതായത് 70 മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ഈ പറയുന്ന 80 മാർക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും നിങ്ങൾ എന്ത് വരില്ല, നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റ് വരത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അതായത് നിങ്ങൾ 70 മാർക്ക് അല്ലെങ്കിൽ 65 മാർക്ക് വാങ്ങി നിങ്ങൾ ഒറ്റ എണ്ണം പോലും നിങ്ങൾ തെറ്റിച്ചിട്ടില്ല, ഒരു മൈനസ് മാർക്ക് പോലും ഇല്ലാതെ 65-70 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും എന്ത് ചെയ്യാനായിട്ട്, അതിലൊരു 90 ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരങ്ങൾ എഴുതാനായിട്ട്. കാരണം നിങ്ങൾ അത്രയും കാലിബർ ഉള്ളവരാണ്, അത്രയധികം നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചതാണ്, ഈ ഒരു എക്സാമിനെ തന്നെ പ്രിലിംസ് നിങ്ങൾ പാസ്സായതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് പറ്റത്തില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി? കാരണം നിങ്ങൾക്കറിയാവുന്ന ചോദ്യം തന്നെയാണ് മക്കളെ. നിങ്ങൾ നിങ്ങൾ പേടി കൊണ്ട് അല്ലെങ്കിൽ റിസ്ക് എടുക്കുക. നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുക, റിസ്ക് എടുത്തവർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ പറയുന്ന 65-ലോ 75-ലോ 85-ലോ ഒതുങ്ങി നിൽക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ബബിൾ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത്, അതായത് 90-ന് മുകളിലേക്ക് സ്കോർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്കാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ വരും, എനിക്ക് ജോലി കിട്ടും, ഞാൻ സെറ്റാണ്. കൂടി വന്നാൽ നിങ്ങൾക്ക് 1, 2, 3 തെറ്റിപ്പോയാലും അവിടെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വിഷയം വരുന്നില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം നല്ലൊരു ആദ്യത്തെ റാങ്കിലേക്ക് തന്നെ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു എക്സാമിന്, നാളത്തെ എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDCക്ക് LGS അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA മെയിൻ ഒക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ എന്ത് ചെയ്യുക, കടന്ന് മുന്നോട്ടേക്ക് പോവുക. അപ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കുക. കാരണം ഈ 65-ഓ 70-ഓ 75-ഓ 80-ഓ കിട്ടുന്ന ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ പോലും പെടാതെ നിങ്ങൾ ഇത്ര ഞാൻ മാർക്ക് വാങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന സത്യമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന, എന്തിനാണ് അങ്ങനെ ചെയ്യണത്? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 85, 90, 95-ലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് നിങ്ങൾ പോകണം. എങ്കിൽ മാത്രമാണ്, അതായത് 90 എബോവ് നിങ്ങൾ ബബിൾ ചെയ്ത് അല്ലെങ്കിൽ 90 എബോവ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടത്തുള്ളൂ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറ്റാവുന്നത്ര എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിലവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവിലത്തെ ആ ഒരു മോഡ് എങ്ങനെയാണെന്നുള്ളത്. അതിപ്പോൾ ഹാർഡാണോ, അതേപോലെ തന്നെ ഈ പറയുന്ന മീഡിയം ആണോ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളതാണോ. അപ്പോൾ ഈ എക്സാം എപ്പോഴും എന്ത് ചെയ്യുക, ഒരു മീഡിയം ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി ഇത് ഭയങ്കര അങ്ങോട്ട് സിമ്പിളായി പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ത് ചെയ്യും, റോക്കറ്റ് പോലെ കയറും. അപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സാം ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അതേപോലെ തന്നെ ഭയങ്കര എക്സാം സിമ്പിളായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. നമുക്കെപ്പോഴും ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ മക്കളെ മറ്റൊരു കാര്യം, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, ഇതൊരു ഹാർഡ് ലെവലിലേക്ക്, അതായത് നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ എക്സാമുകളിൽ പറ്റുന്ന പോലെ തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്
വൺ വേർഡ് ടൈപ്പുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്, അപ്പോൾ ചിലവർക്ക് ജി കെ എളുപ്പമായിരിക്കാം, ചിലവർക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതായത് കോർ സബ്ജക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയ ഏതാണെന്നുള്ളത്, ഇപ്പോൾ പലർക്കും പല ടൈപ്പാണ്, അതായത് ചിലവർക്ക് ജി കെ എളുപ്പം, ചിലവർക്ക് ഇംഗ്ലീഷ് എളുപ്പം, ചിലവർക്ക് മാത്സ് അല്ലെങ്കിൽ മലയാളം, എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് അത് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു കൂൾ ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. പിന്നെ ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തോളും, മുന്നോട്ടേക്ക് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് പൊക്കോളും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ആ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ വൺ വേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു ചോദ്യത്തിന് ഒരു പ്രാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്തു, രണ്ടാമത് അറ്റൻഡ് ചെയ്തു, മൂന്നാമത് അറ്റൻഡ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ കയറി നെഗറ്റീവ് അടിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. 10 15 മാർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു 5 മാർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത്രയും മാത്രമാണ് ഇതിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. കാരണം അത്രയും എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് മുകളിലേക്ക് വരാൻ ചാൻസ് ഉള്ള എക്സാമാണ്. വളരെ കുറവ് മാത്രം എന്താണ് നിലവിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റ് മാത്രമുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനുകൾ പറക്കി എടുത്ത് എന്ത് ചെയ്യുക, മുഴുവനും കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 60 കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ അവിടെ നിൽക്കരുത്, 70 കിട്ടുന്ന ഉദ്യോഗാർത്ഥി അവിടെ നിൽക്കരുത്, 80 കിട്ടുന്ന ഉദ്യോഗാർത്ഥി പോലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പേന അവിടെ മാറ്റിവെച്ച് ഞാൻ എന്താണ് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി, ഇനി എനിക്കെന്താണ് പ്രശ്നമില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് പറ്റാവുന്നത് അത് 90ന് മുകളിലേക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ എക്സാമിന് 90ന് മുകളിലേക്കെങ്കിലും ഓരോ ഉദ്യോഗാർത്ഥികളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഏറ്റവും എന്താണ് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നാളെയുള്ള എന്താണ് ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, അതേപോലെ തന്നെ കറണ്ട് അഫെയർസിൽ വരുന്ന പുരസ്കാരങ്ങൾ, നോബൽ പ്രൈസ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്, അപ്പോൾ പുരസ്കാരങ്ങൾ, നൊബേൽ പ്രൈസ്, പുതിയ നിയമനങ്ങൾ, അതേപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഓരോ വർഷത്തെയും പ്രമേയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, തീം, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നാളത്തെ ദിവസം നോക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ സെറ്റാണ്. കാരണം നിങ്ങൾ പഠിച്ച, നിങ്ങൾ ഇത്രയും നാളും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു എക്സാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റും നാളത്തെ എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട, ഇതിൽ 100ൽ 100ഉം ഞാൻ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും. ഉറപ്പായും എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്യും, ഞാൻ ഇതിന് യോഗ്യനാണ് എന്നുള്ളത് തന്നെ കരുതി മുന്നോട്ടേക്ക് പോവുക. അതേപോലെ തന്നെ നാളെ പോകാൻ നേരത്ത് ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒറിജിനൽ വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഹാൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവതും നേരത്തെ എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. മഴയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകരുത്, എത്രയും നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ഉപകരിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.